കളക്ടർ മാറിയോ മാഡം? കളക്ടർ മാറിയിട്ടൊന്നുമില്ല. കളക്ടർ ചോദിച്ചിട്ട് തന്നെയാ. എത്ര കാശാ മാഡം? തനിക്കിപ്പോ കിട്ടിയ 100 രൂപയില്ലേ, അധികം തന്നാ മതി. 100 ആക്കണ്ട മാഡം, ഇന്നത്തെ കളക്ഷൻ മുഴുവൻ തന്നേക്കാം. ഡോ, ഏ ഇപ്പൊ കിട്ടിയ ആ നോട്ട് തന്നെ തരാനാ തന്നോട് പറഞ്ഞത്. വേറെ നോട്ടാണെങ്കിൽ കോൺട്രാക്റ്റും സ്പെഷ്യൽ സാങ്ഷൻ വഴി കിട്ടിയ പണവും എല്ലാം കട്ട്. താൻ ഔട്ട്. അയ്യോ വേണ്ട മാഡം. മാഡം അപ്പൊ നാളെ കളക്ടറുടെ ഓഫീസിലേക്ക് വന്നാൽ മതി. ഓ ഉം. അതെ, ആ. ഈ കളക്ടറൊക്കെ എന്നെ എങ്ങനെ പരിചയം? കളക്ടറെ ഇപ്പൊ തന്റെ അടുത്ത് വന്ന് ചായ കുടിച്ചിട്ട് പോയത്. താൻ പറഞ്ഞ രാക്ഷസി. അയ്യോ ഈ കൊച്ചത് പറയൂ ആശാരെ, ഓർമ്മയും നന്ദിയൊന്നും ഇല്ലാത്ത ആളാ. 7 വർഷം മുമ്പുള്ള കാശല്ലേ, പരിചയം ഞാൻ ചോദിക്കുന്നില്ലല്ലോ. എന്റെ 54 50 പൈസ എടുക്ക്. അപ്പോഴല്ലേ ആ രാക്ഷസി വന്ന് കയറിയത്. രാക്ഷസിയാ? ഇവിടത്തെ പുതിയ ജില്ലാ കളക്ടറെ. കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറെ ആയില്ല ആശാരെ, എന്നിട്ട് എന്തിനാ കണ്ണി നോക്കിയിരിക്കുന്നത്? ശാലിനി കുഞ്ഞ് കളക്ടറോ? സംഭവിച്ചു. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് തന്റെ പ്രശ്നങ്ങള് ഉടനെ തീരുമാനിക്കും അല്ല ആശാനെ? ഒരിക്കലും തീരില്ല. ജീവനക്കാർക്ക് ചായയും കാപ്പിയൊക്കെ കൊടുത്തോണ്ടിരുന്ന സർക്കാർ വക കൗണ്ടർ ഇവിടെ അടഞ്ഞു കിടക്ക്. നാളെ മുതൽ അത് നടത്താനുള്ള കോൺട്രാക്ട് തനിക്കായിരിക്കും. സ്പെഷ്യൽ സാങ്ഷൻ വഴി നടത്തിപ്പിനുള്ള പണവും തനിക്ക് കിട്ടും. ഇത് രണ്ടും മാച്ച് ആവുന്നില്ലല്ലോ. ആ 100 രൂപയ്ക്ക് എന്താണാവോ ഇത്ര പ്രത്യേകത? അനു, മുഴുവൻ സമയവും നടുവൊടിഞ്ഞ് ജോലി എടുക്കണ്ടെന്ന് ജീവനക്കാരോട് പറയണം. ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുത്തോട്ടെ. അയ്യോ മോളെ, എന്തേ ചെയ്യുന്നേ? ചുവരിലൊക്കെ കുത്തിവരച്ച് വൃത്തികേടാക്കിയല്ലോ. സോറി ആന്റി, ഞാൻ വരച്ച ചിത്രങ്ങൾ നല്ലതല്ലേ? അതെ, നല്ല ചിത്രങ്ങളാ. പക്ഷെ പിന്നെ ഇത് ചുമരിന്ന് പോവില്ലല്ലോ. അനുപല്ലവി, വിഷമിക്കണ്ട. ബർജർ ഈസി ക്ലീൻ ഉപയോഗിച്ച ഈ ചുമരുകൾ പെയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ്. അനു, ആ സ്ക്രബ്ബറിങ് എടുക്ക. സാരമില്ല കേട്ടോ, അമ്മ ഇപ്പൊ ശരിയാക്കി തരാം. ഇതാ മാഡം. മാഡം, ഞാൻ തുടയ്ക്കണോ? കഴിഞ്ഞല്ലോ. കണ്ടോ? മോളെ, നിന്റെ ഇഷ്ടം പോലെ വരയ്ക്ക്. നിന്റെ കഴിവുകൾ കറകളേക്കാൾ വിലപ്പെട്ടതാ. കണ്ടില്ലേ? ബർജർ ഈസി ക്ലീൻ പെയിന്റ്. നോ കറ, നോ ടെൻഷൻ, ഓൺലി ബ്യൂട്ടിഫുൾ വാൾസ്. കുഴപ്പമില്ല. എൻ്റെ കൊട്ടാരക്കര ഗണപതി സംഗതി വലിച്ചാൽ മതിയായിരുന്നു.
എന്താ പിള്ളേ? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പെരുന്തുറ കടപ്പുറത്തുനിന്ന് ഇന്ന് കുറെ ആൾക്കാരോട് വന്നില്ലേ? സത്യാമ്മ ഇടപെട്ടതുകൊണ്ട് വലിയ ആശ്വാസമാണ് അവർക്കുണ്ടായത്. അപ്പൊ തന്നെ ഉദ്യോഗസ്ഥരുടെ സ്പെഷ്യൽ ടീം അവിടെ എത്തിയെന്നും സഹായധന വിതരണം നാളെ തന്നെ നടത്തുമെന്നുമാ വിക്ടർ പറയുന്നേ. കടപ്പുറത്തൊക്കെ സത്യാമ്മയെക്കുറിച്ച് വലിയ മതിപ്പായത്രേ. പിള്ളേൻ തന്നെ പരിഹസിക്കുകയാണോ? പെരുന്തുറക്കാർക്ക് സഹായം ചെയ്തത് കളക്ടറല്ലേ? എന്നാര് പറഞ്ഞു? ഈ കളക്ടറെയൊക്കെ ആർക്കറിയാം സത്യാമ്മയെ? പെരുന്തുറക്കാർക്ക് അറിയാവുന്ന സത്യാമ്മയല്ലേ. അതുകൊണ്ടല്ലേ ഒരു പ്രശ്നം വന്നപ്പോ അവരൊക്കെ സത്യാമ്മയുടെ അടുത്തേക്ക് ഓടി വന്നത്. അതാ കമലിന് എന്തോ സൂത്രപ്പണി ഒപ്പിച്ചതാന്നേ. അങ്ങനെ വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞ് കടപ്പുറത്തുകാരോ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ സത്യാമ്മ? അവരുടെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിച്ച് പിടിക്കില്ലേ അവന്? കടപ്പുറംകാരുടെ അടുത്ത് അവൻ്റെ കളി കൊള്ളാം. സത്യാമ്മ ആയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. എങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ആ കളക്ടറല്ലേ? ദേ പിന്നെ എൻ്റെ പൊന്ന് സത്യാമ്മേ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഓരോ ഉത്തരവിടില്ലേ? അതൊക്കെ നടപ്പാക്കുന്നത് കളക്ടറെ പോലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരാ. വില്ലേജ് ഓഫീസർക്കോ തഹസീൽദാർക്കാണോ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ്? മുഖ്യമന്ത്രി ഉത്തരവിട്ടു എന്നല്ലേ പറയൂ. അതൊക്കെ ഉത്തരവിട്ടിട്ടല്ലേ പിള്ളേ? അവളല്ലേ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നത്. സത്യമേ, ഉത്തരവിടുന്നതൊക്കെ മന്ത്രിമാരാ. മുഖ്യമന്ത്രിമാരൊക്കെ മൊത്തം ഫയല് പഠിച്ചിട്ട് ഉത്തരവിറക്കുന്നതാണോ? ദേ, ആ പ്രശ്നം ഒന്ന് ഗവനിച്ചേക്കണം എന്ന് പറയത്തേ ഉള്ളൂ. ഈ കളക്ടറെ പോലെ ഓരോരുത്തരെ അത് പഠിച്ചിട്ട് ഓരോ ഉത്തരവിറക്കിയല്ലേ അത് പരിഹരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അത്രയൊക്കെ ഉണ്ടോടോ ഞാൻ? സത്യാമേ, ഇതിപ്പോ ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. സത്യാമയല്ല വേറെ ആരെങ്കിലും ആണേലേ ചെന്ന് കയറിയ ഉടനെ കളക്ടറെ കാണാൻ പറ്റൂ? ഒഫീഷ്യൽ മീറ്റിംഗ് പോലും മാറ്റിവെച്ച കളക്ടർ സത്യാമ്മയെ കാണാൻ തയ്യാറായത്. പിന്നെ സത്യാമ്മയുടെ മനസ്സറിഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തന്നില്ലേ കളക്ടർ? കാര്യം എന്താ? ആനവിട പിഴച്ച സത്യാമ്മയുടെ കയ്യിൽ നിന്ന് പണി വരുമെന്ന് കളക്ടർക്ക് അറിയാം. അവളും കുഴപ്പമൊന്നുമില്ല. ആരാ സത്യാമ്മ? അവളെ ആര്? ഓ, കളക്ടർ. ഓ, ശാലിനി കുഞ്ഞ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അല്ല സത്യാമ്മേ, നാട്ടിലൊക്കെ ഇപ്പൊ പൊതുവെ ഒരു സംസാരമുണ്ട്. സത്യാമ്മ അടുത്ത വർഷം ഇലക്ഷന് നിന്നാൽ ഉറപ്പായിട്ടും മന്ത്രിയാകുമെന്ന്. ഒന്ന് പോ എൻ്റെ പിള്ളേ. ഉള്ളത് സത്യാമ്മേ. പക്ഷേ എന്താ? ചില അസൂയക്കാര് വേറെയും ചിലത് പറഞ്ഞു കിടക്കുന്നുണ്ട്. താൻ പറയടോ. അല്ല സത്യാമ്മേ, കളക്ടർ സത്യാമ്മയുടെ ആളായതുകൊണ്ട് ഭരണം കിട്ടിയാൽ പിന്നെ സത്യാമ്മയെ താഴെ ഇറക്കാൻ പറ്റില്ലെന്നാ അവര് പറയുന്നത്. സത്യാമ്മയും സത്യാമ്മയുടെ മനസ്സറിയാവുന്ന കളക്ടറും കൂടെ ഒന്നിച്ചാൽ മൊത്തം പൊളിച്ചെടുക്കുമെന്ന്. ഈ പറയുന്നവർക്ക് അറിയില്ലല്ലോ സത്യാമ്മ ശാലിനി കുഞ്ഞിനെ ഒരിക്കലും അടുപ്പിക്കാൻ പോകുന്നില്ല എന്ന്. അല്ല പിന്നെ ഡോ, തന്നോട് ആര് പറഞ്ഞു ഈ വിഡിത്തം? ഡോ, എന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിട്ടും തനിക്ക് എന്റെ മനസ്സ് ഇതുവരെ അറിയത്തില്ലേ? മോശക്കോടം പിള്ളേ. ദേ, അവള് മിടുക്കിയ പാവം. കളക്ടർ ആവണ്ടെന്നും പറഞ്ഞ് അവളുടെ വഴി തടഞ്ഞത് ഞാനാ. പക്ഷെ ഇപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത് അവള് പറഞ്ഞതിൽ ഒരു ശരിയുണ്ടായിരുന്നെന്ന്. ദേ, അങ്ങനെ സേവനം ചെയ്യാമല്ലോ അവൾക്ക് നാട്ടുകാർക്ക്. അപ്പോ സത്യാമ്മയ്ക്ക് ശാലിനി കുഞ്ഞോന് പിണക്കൊന്നുമില്ല? എനിക്കെന്ത് പിണക്കമാടോ?
എന്നെ വെച്ച് രാഘവേട്ടനും വിഷ്ണു ഒക്കെ ഒരു നാടകം കളിക്കാൻ ശ്രമിച്ചതിന് അവള് ശാലിനെ എന്ത് പഴച്ചു? അവളോട് എനിക്കൊരു പിണക്കവുമില്ല. ശരി സത്യമേ. ഡോടോടോ, എന്താ സത്യമേ? ദേ, താൻ ഇനി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കണ്ട ഞങ്ങൾ തമ്മിൽ പിണക്കമാണെന്ന്, കേട്ടല്ലോ? ഇല്ല സത്യമേ. നാട്ടുകാരോട് പറഞ്ഞില്ലെങ്കിലും വേറൊരാളിനോട് അത്യാവശ്യമായിട്ട് പറയാനുണ്ട്. ഡോ, എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല. ഞാനാരോട് പറയത്തില്ല. എന്നാ ചെല്ലുതാ. ഓ ശരി. ഈ നാട്ടുകാരുടെയൊക്കെ ഒരു കാര്യം മന്ത്രിയാവും അത്ര. അംശോടനെ അങ്ങോട്ട് പോയി. സാറേ വന്നല്ലോ. എന്താണോ? സക്സസ്. എന്നുവെച്ചാ സത്യാമ്മ സമ്മതിച്ചു സാറേ. സമ്മതിച്ചെന്നോ? ആ എന്ന് പറഞ്ഞ ശാലിനി കുഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിൽ സത്യാമ്മയ്ക്ക് എതിർപ്പുണ്ടെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ എന്നോട് കയർത്ത് ചോദിച്ചു. അതൊരു സമ്മതമാണോ? സത്യാമ്മയ്ക്ക് എതിർപ്പില്ല എന്നല്ലേ സാർ അതിന്റെ അർത്ഥം? അതിപ്പോ അങ്ങനെ ചോദിച്ചാ അതെ. സത്യാമ്മയെ പോലെ ഒരാള് ഞാൻ പോയി നാളെ ശാലിനെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറയൂ സാറേ? ഇത്രയും കാലം എതിർത്ത് നിന്നതിന്റെ ചമ്മലൊക്കെ കാണില്ലേ? അത് ശരിയാ. സത്യാമ്മ അയാവുന്നതിന്റെ പരമാവധിയാ സാറേ ഇത്. സത്യാമ്മ അയാവുന്നതിന്റെ പരമാവധിയാ സാറേ ഇത്. ഇനി നമ്മളെല്ലാരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ച ശാലിന് കുഞ്ഞ് നാളെയോ മറ്റന്നാളോ ഈ വീട്ടിലിരിക്കും. പിറ്റേ ദിവസം മുതൽ ജില്ലാ കളക്ടറെ കൊണ്ടുപോകാൻ ഈ വീട്ടിന്റെ മുറ്റത്തായിരിക്കും കാറ് വന്ന് നിൽക്കുക. വിഷ്ണുമോന്റെ എല്ലാ സങ്കടവും മാറും സാറേ. സത്യാനോട് എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നതാ സാറേ. തന്റെ ചെറിയ ബുദ്ധിയൊന്നും അല്ലടോ. തന്റെ മൊട്ടത്തല നിറച്ച ബുദ്ധിയാ. അല്ല എടോ, എന്തോട് ചെയ്യുന്നേ? നമുക്ക് ആഘോഷിക്കാൻ. നമുക്കൊരു ഇളനീര് വെട്ടി കുടിച്ചാലോ, പഴയ പോലെ? ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. അല്ലെങ്കിൽ വൈകുന്നേരമായ തനിക്ക് ആ വിചാരമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ വേണ്ടെന്ന് നോക്കിയാ അല്ലേ സാറേ? പോയിക്കോണ്ടോ, പെട്ടെന്ന് പോയി വേണ്ട തറേ ജ്യൂസ് ഏറ്റു പോയി. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഭഗവാനെ, ആഹാ, ഇതേതാ മോളെ ഈ സാരി? ഇത് പുതിയതാ അമ്മേ. ആഹാ, നോക്കട്ടെ. നീ വാങ്ങിച്ചതാ? ഞാൻ ഇതുപോലത്തെ സാരി ഒന്നും ഉടുക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്നാലേ ഇതെന്റെ പൊന്നമ്മയ്ക്കല്ല, പിന്നെ സത്യാമ്മയ്ക്ക. സത്യാമ്മയ്ക്കോ? എന്താടി ഇപ്പൊ വിശേഷം? സത്യാമ്മയുടെ അച്ഛന്റെയും വിവാഹ വാർഷിക നാളെ. ആ, നല്ല കാര്യം. അതെന്ത് അമ്മയൊന്ന് കൊള്ളിച്ച് പറഞ്ഞതുപോലെ? സത്യാമ്മയ്ക്ക് ഞാൻ സാരി വാങ്ങിച്ചതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? പോടി, നീ എന്താടി അങ്ങനെ ചോദിച്ചത്? നീ സത്യാമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുത്താ അത് എനിക്ക് വാങ്ങിച്ചു തന്നതുപോലെ അല്ലേ? അമ്മമാർക്ക് അതൊക്കെയല്ലേ ഉള്ളൂ മോളെ. പക്ഷെ നീ ഇത് എങ്ങനെ സത്യാമ്മയ്ക്ക് കൊടുക്കൂന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് കളക്ടറേറ്റിൽ വന്നിട്ടും ആലുവ മണപ്പുറത്ത് വെച്ച് നിന്നെ കണ്ടതായിട്ട് ഭാവിക്കാത്ത ആളല്ലേ? അവർക്ക് മുന്നിലോട്ട് നീ എങ്ങനെ ഈ സാരിയായിട്ട് ചെല്ലും? നീ കൊടുത്താൽ അവരത് ഉടുക്കില്ലാന്ന് മാത്രമല്ല, നിന്നെ കൊണ്ട് അവർക്ക് കൊടുക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. ഞാൻ കൊടുക്കുകയും ചെയ്യും, സത്യാമ്മ അത് ഉടുക്കുകയും ചെയ്യും. അതെങ്ങനെയാടി? അമ്മ കണ്ട.
ഒരു ഒറ്റ വലിയൊന്നും പിടിപ്പിക്കും സാറേ. ഇതുകൂടെ. വിശ്വസിക്കാമല്ലോ അല്ലോടോ. ഇപ്പൊ കുടിച്ച ഇളനീരിനെക്കാൾ കൂടുതൽ വിശ്വസിക്കാൻ സാറേ. കച്ചവടത്തിന് വേണ്ടി എല്ലാരും അങ്ങനെയൊക്കെ തന്നെ പറയുന്നേ. അയ്യോ അങ്ങനെയല്ലേ സാറേ, ഞാനിത് മിക്കവാറും വാങ്ങുന്നതല്ലേ. അവര് നല്ല സാധനേ നമുക്ക് തരൂ. അങ്ങനെ പോരോട്ട് ഇങ്ങോട്ട്. അല്ല, മിക്കവാറും എന്ന് പറഞ്ഞാൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയൊക്കെ. ഇപ്പൊ ഓരോ ദിവസം ഓരോരുത്തർക്കും ഓരോ വിശേഷം അല്ലോടോ. അല്ല പറയുമ്പോലെ നാളെ ഒരു വിശേഷ ദിവസമാ. പെട്ടെന്ന് കുപ്പിയും ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റണം. അല്ല ഇതെന്താ ഇവിടെ വന്നിരിക്കണേ? ഇതെന്താ രണ്ടുപേരും ഇവിടെ പരിപാടി? എന്താ നീ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ എന്നോ? ഇത് നമ്മുടെ വീടല്ലേ? അതെ അതെ. അല്ല, അച്ഛനകത്തൊന്ന് കാണാത്തോണ്ട് അന്വേഷിച്ചു വന്നാ ഞാൻ. ആണോ? ഞങ്ങൾ ഓരോ ഇളനീര് കുടിക്കാമെന്ന് കരുതിയിരുന്നതാ മോനെ. അല്ല, അതിനെന്തിനാ ഈ ഇരുട്ടത്ത് വന്നിരിക്കണേ? ഇരുട്ടത്ത് ഇരുന്ന് ഇളനീര് കുടിച്ചാലേ ഫലം ഉള്ളൂ എന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നേ. ഓഹോ, ഏത് വൈദ്യര്? സാറിനെ ചികിത്സിക്കുന്ന വൈദ്യര്. സാറിന്റെ അസുഖത്തിന് ബെസ്റ്റാ ഇളനീര്. ഓ, അല്ല ഈ അച്ഛന്റെ അതേ അസുഖം തന്നെയാ പിള്ളച്ചേട്ടനും? അയ്യോ, അതെന്താ മോനെ അങ്ങനെ ചോദിച്ചത്? അല്ല, അച്ഛൻ കഴിക്കുന്ന അതേ മരുന്ന് തന്നെ കഴിച്ചോണ്ട് ചോദിച്ചതാ. ശരി ശരി, നടക്കട്ടെ. പിന്നെ ആ കുപ്പിയും ഗ്ലാസ്സൊക്കെ പൊട്ടാതെ സൂക്ഷിച്ചാൽ നന്നായിരിക്കും. ചമ്മി നാറിപ്പോയി. അയാളുടെ ഒരു വൈദ്യരും ചികിത്സയും. അത് പിന്നെ സാറേ. എടാ മോനെടാ, നീങ്ങന്നേ ഇങ്ങോട്ടാ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒത്തിരി കള്ളുടിക്കുമായിരുന്നു. അയ്യോ, വെറും കള്ളല്ല, സോമരസമാ. എനിക്ക് മനസ്സിലായി. അതേ, അമ്മ അറിഞ്ഞല്ലേ ഈ സോമനും പിള്ളച്ചേട്ടനൊക്കെ രസം എടുത്തോണ്ട് കണ്ണമൊഴി ഓടും. അതേ, ആയുർവേദ ചികിത്സയിലുള്ള മുതലാണിത്, മനസ്സിലായ? എടാ, അമ്മ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മക്കളെ. ആശങ്ക അതിന് മാറ്റി വെച്ച് സന്തോഷിക്കാനുള്ള ദിവസമായിരുന്നു. അതെന്താണ് വെച്ചാ ഇന്ന് ഇത്ര വലിയ പ്രത്യേകത? അതോ, ശാലിനി കുഞ്ഞിനെ മടക്കി വിളിക്കാൻ സത്യവും തീരുമാനിച്ചു. ആ സത്യം? ആ അതേന്ന്. ആ സന്തോഷത്തിലൊന്ന് പിടിപ്പിച്ചതാ. ദേ, നീ എടുത്തിട്ട് ഒഴി അവരോട് ഒഴി. അല്ല വേണ്ട സാ. ഏടാ, ഇതുപോലുള്ള വിശേഷ അവസരങ്ങളിൽ അച്ഛനും മകളുടെ പരിഗണനയൊന്നും വേണ്ട. ഈ ഒന്നല്ലേ ഉള്ളൂ. ഇന്നത്തെ ദിവസങ്ങളിൽ ഒരുമിച്ച് ഓരോന്ന് കഴിച്ചില്ലെങ്കിൽ ഓർത്തിരിക്കാൻ പിന്നെ എന്തുണ്ടോടാ? അതുകൊണ്ടല്ല ചാ, പപ്പിമോൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മദ്യം കൈകൊണ്ടുവിടില്ല. അത് കുഴപ്പമില്ല വിഷ്ണു അച്ഛാ. ഞാൻ കണ്ടു, കള്ളുകൂടിയല്ലേ? ഞാനില്ല, ഇവരണ്ടേ. വിഷ്ണു അച്ഛന് വേണമെങ്കിൽ ഇന്നൊരു ദിവസം മാത്രം ഒരു ഗ്ലാസ് കുടിക്കാം. ചേച്ചിയമ്മ വരുന്നതിന്റെ സന്തോഷത്തിൽ മാത്രം. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം കേട്ടോ. അടിച്ച് പൊളിക്കണം മക്കളെ. എടാ ഒഴിച്ചിങ്ങ.
പതുക്കെ ഇത് എന്തോന്നത് എന്തിയടാ എടാ നമ്മുടെ വീടിന് മീതെ വീണ ഇരുട്ടെ ഇന്നത്തെ രാത്രി കൊണ്ട് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകൂടാ. നാളെ ഞങ്ങൾ വിവാഹ വാർഷിക എൻ്റെയും ഭാമയുടെ. നാളെ തന്നെ അവൾ ഉചിതമായ തീരുമാനം എടുക്കും. നിന്റെ ശാലിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. എടോ പിള്ളേ ഒന്ന് വെച്ചവനോട് അവനോടോ. സാറേ ഇതും കൂടെ മതി കേട്ടോ. പിന്നെ ഞാൻ എന്നെ പഠിപ്പിക്കുമല്ലേ. എന്റെ ചേച്ചിയും വരും നാളെ.